ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഫുട്ബോളിനെ കുറിച്ചും അതേപോലെ ഫുട്ബോൾ എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ചുമാണ്. അതായത് ഫുട്ബോളിന്റെ ചരിത്രം. ഏകദേശം 2200 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിലെ ചൂക്കു എന്നൊരു കളി ഉണ്ടായിരുന്നു. തുകൽ കൊണ്ട് ഉണ്ടാക്കിയ പന്ത് കൊണ്ട് കാലുകൊണ്ട് തട്ടി കളിക്കുന്ന ഒരു വിനോദം. ഇത് സൈനിക പരിശീലനത്തിന്റെ ഭാഗം കൂടിയായിരുന്നു. പിന്നീട് ഗ്രീസിലും റോമിലും സമാനമായ കളികൾ പ്രചാരത്തിൽ വന്നിരുന്നു. ഈ പുരാതന കളികളൊന്നും ഇന്നത്തെ ഫുട്ബോളിന്റെ അതേ രൂപത്തിലായിരുന്നില്ല. എങ്കിലും കാലുകൊണ്ട് പന്ത് നിയന്ത്രിക്കുന്നതിന്റെ ആദ്യ രൂപങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. 11ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലാണ് ഫുട്ബോളിന് ഒരു പുതിയ രൂപം കൈവരുന്നത്. ഗ്രാമങ്ങൾ തമ്മിലുള്ള ഒരു തരം നാടൻ പന്ത് കളി അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്നു. നിയമങ്ങളില്ലാത്ത വലിയ ആൾക്കൂട്ടം പങ്കെടുക്കുന്ന ചിലപ്പോൾ അപകടം നിറഞ്ഞ ഒരു കളി. ഈ നാടൻ കളികൾ പിന്നീട് ഇംഗ്ലണ്ടിലെ പബ്ലിക് സ്കൂളുകൾ എത്തിച്ചേർന്നു. ഓരോ സ്കൂളുകളിലും കളിയുടെ നിയമങ്ങളിൽ വ്യത്യസ്തങ്ങൾ ഉണ്ടായിരുന്നു. ചിലർ കൈകൊണ്ട് പന്തെടുക്കാൻ അനുവദിച്ചു, മറ്റു ചിലർ കാലുകൊണ്ട് മാത്രം കളിക്കാൻ നിർബന്ധിച്ചു. ഈ വ്യത്യസ്ത നിയമങ്ങൾ ഒരു ഏകീകരണത്തിന് ആവശ്യകത ഉണ്ടാക്കി. 1860 ലണ്ടനിലെ ഫ്രീ മോസൺസ് ടവോണിൽ ഇംഗ്ലണ്ടിലെ പ്രധാനപ്പെട്ട ഫുട്ബോൾ ക്ലബ്ബുകളുടെ പ്രതിനിധികൾ ഒത്തുചേർന്നു. അവിടെ വെച്ചാണ് ഫുട്ബോളിന് ഒരു കൂട്ടം വ്യക്തമായ നിയമങ്ങൾ രൂപീകരിക്കുന്നത്. അങ്ങനെ ഫുട്ബോൾ അസോസിയേഷൻ നിലവിൽ വന്നു. ഈ നിയമങ്ങൾ കൈകൊണ്ട് പന്തെടുക്കുന്നത് ഒഴിവാക്കി ഗോൾ പോസ്റ്റുകളുടെ വലുപ്പം നിർണയിച്ചും അതുപോലെ തന്നെ കളിക്കാരുടെ എണ്ണം നിജപ്പെടുത്തി. ഈ നിയമങ്ങളാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള ഫുട്ബോളിന്റെ അടിസ്ഥാനം. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഫുട്ബോൾ യൂറോപ്പിൽ മറ്റു ഭൂഖണ്ഡങ്ങളിലേക്കും വ്യാപിക്കാൻ തുടങ്ങി. ക്ലബ്ബുകൾ രൂപീകരിക്കപ്പെട്ടു, ലീഗുകൾ ആരംഭിച്ചു. ഫുട്ബോൾ ഒരു വിനോദനത്തിനും ഉപരിയായി ഒരു സംസ്കാരമായി വളർന്നു. 1994 ഫിഫ ഫെഡറേഷൻ ഇന്റർനാഷണൽ ഡി ഫുട്ബോൾ അസോസിയേഷൻ സ്ഥാപിതമായതോടെ ഫുട്ബോളിന് ഒരു ആഗോള സ്വഭാവം കൈവന്നു. ലോകകപ്പ് പോലുള്ള അന്താരാഷ്ട്ര ടൂർണമെന്റുകൾ ഫുട്ബോളിനെ ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ കായിക വിനോദമാക്കി മാറ്റി. ഇന്ന് ഫുട്ബോൾ കേവലം ഒരു കളിയല്ല, അത് കോടിക്കണക്കിന് ആളുകളുടെ വികാരമാണ്, അവരുടെ ജീവിതമാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ച കളിയുടെ രീതികളെ മാറ്റിമറിച്ചു. റഫറി സഹായ സംവിധാനങ്ങൾ, അതായത് വാർ പോലുള്ള നൂതന സംവിധാനങ്ങൾ കളിയുടെ കൃത്യത വർദ്ധിപ്പിക്കുന്നു. നൂറ്റാണ്ടുകളിലൂടെ രൂപം മാറി വന്ന ഈ കളി ഇന്നും ലോകം ഒരുമിപ്പിക്കുന്നു. ഓരോ ഗോളിനും ഓരോ വിജയത്തിനും പിന്നിൽ ഒരു നീണ്ട ചരിത്രമുണ്ട്. മനുഷ്യന്റെ കായിക ശേഷിയുടെയും കൂട്ടായ്മയുടെയും ആവേശകരമായ ഈ ഒരു ഇതിഹാസമാണ് ഫുട്ബോൾ. ഈ പന്ത് ഉരുളുന്നത് ഇനിയും തുടരും. ഫുട്ബോൾ ലോകമെമ്പാടും പ്രചാരം നേടിയതോടെ ഒരു അന്താരാഷ്ട്ര ടൂർണമെന്റിന്റെ ആവശ്യം ശക്തമായി ഉയർന്നു വന്നു. വിവിധ രാജ്യങ്ങളിലെ ഏറ്റവും മികച്ച ടീമുകൾക്ക് പരസ്പരം മത്സരിക്കാൻ, ലോക ചാമ്പ്യൻഷിപ്പ് നേടാനും ഒരു വേദി വേണം എന്ന ചിന്ത പലരുടെയും മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് 1920കളിൽ ഒളിമ്പിക് ഗെയിംസിലും ഫുട്ബോൾ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും അതൊരു ലോക ചാമ്പ്യൻഷിപ്പായി കണക്കാക്കപ്പെട്ടിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഫിഫയുടെ അന്നത്തെ പ്രസിഡന്റായിരുന്ന ജൂൾസ് റിമോ ഒരു പ്രത്യേക ലോകകപ്പ് ടൂർണമെന്റ് എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. ഏറെ ചർച്ചകൾക്കും എതിർപ്പുകൾക്കും ഒടുവിൽ 1930 ആദ്യത്തെ ഫിഫ ലോകകപ്പ് അരങ്ങേറി. തെക്കേ അമേരിക്കൻ രാജ്യമായ ഉറുഗ്വേ ആയിരുന്നു ആദ്യ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 13 രാജ്യങ്ങളാണ് ഈ ടൂർണമെന്റ് പങ്കെടുത്തത്. രാഷ്ട്രീയപരമായ കാരണങ്ങളാലും യാത്രാ സൗകര്യങ്ങളുടെ കുറവ് മൂലവും പല യൂറോപ്യൻ രാജ്യങ്ങളും ഈ ടൂർണമെന്റിൽ നിന്ന് വിട്ടുനിന്നു. എങ്കിലും ആദ്യ ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലെ ഒരു സുപ്രധാന ഏടായി മാറി. ഫൈനലിൽ അർജന്റീനയെ 4-2 തോൽപ്പിച്ച് ഉറുഗ്വേ ആദ്യ ലോക ചാമ്പ്യന്മാരായി. ആദ്യ ലോകകപ്പിന്റെ വിജയം ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശമായി. പിന്നീട് ഓരോ 4 വർഷം കൂടുമ്പോഴും ലോകകപ്പ് ടൂർണമെന്റ് സംഘടിപ്പിക്കപ്പെട്ടു. രണ്ടാം ലോക മഹായുദ്ധം കാരണം 1942ലും 1946ലും ലോകകപ്പ് നടന്നില്ല. കാലക്രമേണ ലോകകപ്പ് ഫുട്ബോളിന്റെ ഏറ്റവും വലിയ ഉത്സവമായി മാറി. ഓരോ ലോകകപ്പും പുതിയ താരോദയങ്ങൾക്കും അവിസ്മരണീയമായ ഗോളുകൾക്കും നാടകീയമായ മത്സരങ്ങൾക്കും വേദിയായി. ജൂൾസ് റിമോ കപ്പ് എന്നറിയപ്പെട്ടിരുന്ന ആദ്യത്തെ ട്രോഫി പിന്നീട് ബ്രസീൽ 3 തവണ നേടിയതോടെ അവർക്ക് സ്വന്തമായി ലഭിച്ചു. തുടർന്ന് 1974 മുതൽ പുതിയ ഫിഫ ലോകകപ്പ് ട്രോഫി നൽകി തുടങ്ങി. ഇന്ന് ലോകകപ്പ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വീക്ഷിക്കുന്ന ഒരു കായിക മാമാങ്കമാണ്. ഓരോ 4 വർഷം കൂടുമ്പോഴും ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ തങ്ങളുടെ ഇഷ്ട ടീമുകൾക്കായി ആവേശത്തോടെ കാത്തിരിക്കുന്നു. ലോകകപ്പ് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകം കൂടിയാണ് ഇത്. ലോകകപ്പ് ഫുട്ബോളിനെ കൂടുതൽ ജനകീയമാക്കുകയും അതിന്റെ വളർച്ചയ്ക്ക് നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു. ഓരോ ലോകകപ്പും പുതിയ ചരിത്രം എഴുതുന്നു.
പുതിയ ഇതിഹാസങ്ങൾ സൃഷ്ടിക്കുന്നു. ഫുട്ബോളിന്റെ ആത്മാവ് ലോകകപ്പിലൂടെ ലോകമെമ്പാടും അലയടിക്കുന്നു. സോ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുട്ബോൾ എന്ന നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഫുട്ബോൾ ഇങ്ങനെയാണ് ഉണ്ടായി വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഇന്റർനെറ്റിൽ ലഭിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വിവരം മാത്രമാണ്. അതിൽ നിന്നും മാത്രം കിട്ടിയ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത്.